Hello, welcome to Winners Academy. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. First question, which of the following statement are correct about keys in MySQL? A foreign key is a field or a collection of fields in one table that refers to the primary key in another table. Correct ആണോ ആ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കി പോകാമേ. Foreign key is a field in one table that refers to the primary key in another table. Correct അല്ലേ ഇത്? Foreign key എന്താണ്? നമുക്ക് ഒരു ടേബിളിൽ പ്രൈമറി കീ ആയിരിക്കും, അത് നമുക്ക് വേറൊരു കീയിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ടേബിളിൽ നമുക്കത് യൂസ് ചെയ്യാം. സോ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. There will be more than one primary key in one table. ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ പ്രൈമറി കീസ് ഉണ്ടാവാം. ശരിയാണോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ടേബിളിൽ ഒരൊറ്റ പ്രൈമറി കീ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. A table can have multiple foreign keys. ഒരു ടേബിളിൽ മൾട്ടിപ്പിൾ ഫോറിൻ കീസ് ഉണ്ടാവാം. കറക്റ്റ് ആണ്. എത്ര ഫോറിൻ കീസ് വേണമെങ്കിലും ഒരു ടേബിളിൽ ഉണ്ടാകാം. A table can have multiple candidate keys but can only have one primary key. ഒരു ടേബിളിന് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവാം, പക്ഷെ ഒരൊറ്റ പ്രൈമറി കീയേ പാടുള്ളൂ. കറക്റ്റ് ആണ്. എത്ര കാൻഡിഡേറ്റ് കീസ് വേണമെങ്കിലും ഉണ്ടാവാം. ഈ കാൻഡിഡേറ്റ് കീസിൽ നിന്നും ഡാറ്റാബേസ് ഡിസൈനർ ആണ് ഒരെണ്ണം പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുക. സോ ഇതിന്റെ ആൻസർ എന്താണ്? 2 തെറ്റാണ്. സോ 1, 3 and 4. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. അസർഷൻ, വ്യൂ, വെയർ ക്ലോസ്, സ്റ്റോർഡ് പ്രൊസീജിയർ, ഇംപ്രൂവ്സ് പെർഫോമൻസ്, സെലക്ട് ടപ്പിൾ ഇഫ് കണ്ടീഷൻ മാച്ചസ്, ചെക്ക്, കമ്പൈൻസ്, സെലക്ടഡ് കോളം. നോക്കാം. അസർഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അസേർഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മൾ ഈ അസേർഷൻസ് കൊടുക്കുക. സോ ഇതിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് ഏതായിരിക്കും? അസേർഷന് സി, ചെക്ക് കൺസ്ട്രെയിന്റ് ഇല്ലേ നമ്മൾ SQL-നകത്ത് കൊടുക്കുന്നേ, അത് തന്നെ സിമിലർ, അതേ ഫങ്ഷനാലിറ്റി തന്നെയാണ് അസേർഷനും വരുന്നത്. നെക്സ്റ്റ് വ്യൂ എന്താണ്? നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒരു യൂസറിന് കൊടുക്കാതെ ആ യൂസറിന് എന്താണോ കാണേണ്ടത് അത് മാത്രം കൊടുക്കുന്നതാണ് വ്യൂ എന്ന് പറയുന്നത്. സോ എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ് ആണോ, സെലക്ട് ടപ്പിൾ ഇഫ് കണ്ടീഷൻ മാച്ചസ് ആണോ, കമ്പൈൻ സെലക്ടഡ് കോളം ആണോ? കമ്പൈൻസ് സെലക്ടഡ് കോളം ആണ് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത്. ഇനി നോക്കാം വെയർ ക്ലോസ് നമുക്കറിയാം. കണ്ടീഷൻ, വേറൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും, ആ കണ്ടീഷൻ മാച്ച് ആവുന്ന ടപ്പിൾ നമ്മൾ സെലക്ട് ചെയ്യും. സോ സെലക്ട് ടപ്പിൾ ഇഫ് കണ്ടീഷൻ മാച്ചസ്. സ്റ്റോർഡ് പ്രൊസീജിയർ എന്താണ്? നമ്മൾ സിയിലൊക്കെ ഫങ്ഷൻസ് പറയത്തില്ലേ, അത് തന്നെയാണ് സ്റ്റോർഡ് പ്രൊസീജിയർ. നമ്മൾ കണ്ടിന്യൂസ്ലി ഫ്രീക്വന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു DBMS SQL പ്രൊസീജിയറിനെ നമ്മളൊരു സ്റ്റോർ പ്രൊസീജിയർ ആയിട്ട് പേരൊക്കെ കൊടുത്ത് വെക്കും. എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ ഗുണം എന്താ? പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. സോ സ്റ്റോർഡ് പ്രൊസീജിയർ വിൽ ഇംപ്രൂവ് ദ പെർഫോമൻസ്. ഇതിന്റെ ആൻസർ എന്താണ്? 1C, രണ്ടെണ്ണം. ദെൻ 2D. Okay, 2D, 3B and 4A. Option C is the correct answer. Okay, ഇതിന്റെ ഓരോന്നിന്റെയും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അസേർഷൻ എന്താണ്? It enforces constraint across tables or tuples. കൺസ്ട്രെയിൻസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസേർഷൻ യൂസ് ചെയ്യുന്നത്. വ്യൂ എന്താണ്? നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ പുറത്തേക്ക് ആ ഒരു യൂസറിന് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമായി സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് വ്യൂ. വെയർ ക്ലോസ് എന്താണ്? റോസിനെ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ദെൻ സ്റ്റോർഡ് പ്രൊസീജിയർ പ്രീ കമ്പൈൽഡ് സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ അതേ പേര് ഉപയോഗിച്ച് വിളിക്കാൻ പറ്റും. നെക്സ്റ്റ്, ദ ഫേസ് ഇൻ വിച്ച് എ ട്രാൻസാക്ഷൻ may release logs but may not obtain any new lock. അതായത് ഒരു ഫേസ്, ആ ഫേസിൽ നമ്മൾ പുതിയ ലോക്കുകളെ ഒന്നും ഒബ്റ്റെയിൻ ചെയ്തില്ല, പക്ഷെ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്ത ലോക്കുകളെ റിലീസ് ചെയ്യും. ആ ഫേസ് ഏതാ? ഗ്രോയിങ്, ഷ്രിങ്കിങ്, എക്സ്പാൻഡിങ്, ഗ്രാൻഡിങ്. ഏതായിരുന്നു? ലോക്കുകളെ നമ്മൾ അക്വയർ ചെയ്യുന്ന ഫേസിനെ ഗ്രോയിങ് എന്നും ആ ലോക്കിനെ റിലീസ് ചെയ്യുന്ന ഫേസിനെ ഷ്രിങ്കിങ് എന്നുമാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, which of the following statement is correct about ER model? ER model ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഓക്കെ, അതിൽ നിന്ന് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. അതിന്റെ സിമ്പിൾസ് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റർ ഓഫ് എ വീക്ക് എൻറ്റിറ്റി ഈസ് അണ്ടർലൈൻഡ് വിത്ത് ഡാഷ് ലൈൻ. ഒരു വീക്ക് എൻറ്റിറ്റി സെറ്റിലെ ഡിസ്ക്രിമിനേറ്റർ, അതായത് മീൻസ് ആ വീക്ക് എൻറ്റിറ്റി സെറ്റ് ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റുമായിട്ട് ചേരുമ്പം ഈ ഡിസ്ക്രിമിനേറ്ററും സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിന്റെ പ്രൈമറി കീയും കൂടെ ചേർന്നിട്ടാണ്
വീക്ക് എൻറ്റിറ്റി സെറ്റിന്റെ പ്രൈമറി കീ ആയിട്ട് മാറുന്നത്. സോ വീക്ക് എൻറ്റിറ്റി സെറ്റിലെ കീ ആണ് ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർഷ്യൽ കീ. ഈ കീനെ നമ്മൾ എന്ത് ലൈൻ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡാഷ്ഡ് ലൈൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷനോ തെറ്റാണ്. സോളിഡ് ലൈൻ ഉപയോഗിച്ചാണോ? അല്ല, ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. Then relationship set connecting the weak entity set to identifying strong entity set is depicted by dashed diamond. അതായത് വീക്ക് എൻറ്റിറ്റി സെറ്റിന് എപ്പോഴും ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റുമായിട്ട് ചേർന്ന് വെക്കണം. അപ്പോൾ ഈ വീക്ക് എൻറ്റിറ്റി സെറ്റും സ്ട്രോങ് എൻറ്റിറ്റി സെറ്റും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്താണ് ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, ആ റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ്ഡ് ഡയമണ്ട് ഉപയോഗിച്ചിട്ടാണോ? അല്ല, ഡബിൾ ഡയമണ്ട് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ശരിയാണ്, ഓപ്ഷൻ 4 ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കറക്റ്റ് അബൌട്ട് ദ വ്യൂസ് ഇൻ ഡേറ്റാബേസ്? ഡേറ്റാബേസിലെ വ്യൂസ് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ വ്യൂസ് എന്താണെന്ന്. ആ വ്യൂസിനെ പറ്റി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ട്രൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. യൂസ്ഫുൾ ടു റെഡ്യൂസ് റിഡൻഡൻസി, യൂസ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി, യൂസ് ടു മിനിമൈസ് മെമ്മറി റിക്വയർമെന്റ്, യൂസ് ടു ഹൈഡ് അൺനെസസറി ആട്രിബ്യൂട്ട്സ്. എന്താണ് ആൻസർ? വളരെ ഈസി അല്ലേ? ഓപ്ഷൻ ഡി, യൂസ് ടു ഹൈഡ് അൺനെസസറി ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു യൂസറിന് നമ്മൾ വേണ്ടത് മാത്രം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബാക്കി എന്താണ് ഒരു അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആക്കുകയാണ് വ്യൂ ചെയ്യുന്നത്. സോ അൺനെസസറി ആട്രിബ്യൂട്ട്സിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, വ്യൂസ്. ഓക്കെ. Once a transaction is completed successfully, the changes made by the transaction persist in the database even if the system fails. Which desirable property of a transaction is related to the above statement? ഈ പറഞ്ഞേക്കുന്നത് ട്രാൻസാക്ഷനിലെ ഏത് പ്രോപ്പർട്ടി ആണെന്ന്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആസിഡ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഇന്റഗ്രിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. അതിൽ ഈ പറഞ്ഞേക്കുന്നത് ഏത് പ്രോപ്പർട്ടി ആണെന്ന്. എന്താ ഈ പറഞ്ഞേക്കുന്നത്? ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാലും ആ ട്രാൻസാക്ഷൻ മേക്ക് ചെയ്ത ചേഞ്ചസ് എല്ലാം തന്നെ അവിടെ ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ആ സിസ്റ്റം ഫെയിൽ ആയാൽ പോലും ആ ഒരു ചേഞ്ചസ് അവിടെ പെർസിസ്റ്റ് ചെയ്തിരിക്കണം. അത് പറയുന്ന ഏതാണ്? കൺസിസ്റ്റൻസി, ഡ്യൂറബിലിറ്റി. ഓപ്ഷൻ ഡി. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ജോയിൻ ഈസ് used between two tables A and B when the resultant table needs rows from A and B that matches the condition and rows from A that does not match the condition. So match ചെയ്യാത്ത കണ്ടീഷൻസ് വരുന്നത് ഏതിലായിരുന്നു? ഔട്ടർ ജോയിനിലായിരുന്നു. ആ മാച്ച് ഇപ്പം കണ്ടീഷൻസ് മാച്ച് ആവുന്നത് ഉണ്ടെങ്കിൽ അത് ഇന്നർ ജോയിൻ, കണ്ടീഷൻസ് മാച്ച് ആവാത്തത് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതായിരുന്നു? ഔട്ടർ ജോയിൻ ആണ്. അതിൽ തന്നെ ഈ പറഞ്ഞേക്കുന്ന ഏത് ഔട്ടർ ജോയിനെ പറ്റിയിട്ടാണ്? ലെഫ്റ്റ് ഔട്ടർ ജോയിനെ പറ്റിയല്ലേ പറഞ്ഞേക്കുന്നേ? എയും ബിയും ഉണ്ട്. ഇതിലെ മാച്ചിങ് കണ്ടീഷൻസ് എല്ലാം വരണം, അതിൻ്റെ കൂടെ എയിലെ മാച്ച് അല്ലാത്ത കണ്ടീഷൻസും വരണം. സോ ഇത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ്. ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. ഓക്കെ. Which schema describes the part of the database that a particular user group is interested and hides the rest of the database from that group in 3 schema architecture of the database? അപ്പോൾ ഡേറ്റാബേസ് സിസ്റ്റത്തിന്റെ 3 schema architecture നമുക്കറിയാം. ഫിസിക്കൽ സ്കീമ, ലോജിക്കൽ സ്കീമ ആൻഡ് എക്സ്റ്റേണൽ സ്കീമ. അതിൽ ഈ പറഞ്ഞേക്കുന്നത് ഏത് സ്കീമിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്? അതായത് the schema in which the part of the database a particular user group is. Okay, it describes a part of database that a particular user is interested and hides the rest. ഏതാണ്? ആ യൂസർ ഗ്രൂപ്പിന് ഏത് പാർട്ട് ഓഫ് ദി ഡേറ്റാബേസ് ആണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് മാത്രം കാണിച്ചുകൊണ്ട് ബാക്കിയെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഏതായിരുന്നു? എക്സ്റ്റേണൽ സ്കീമ. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ, ഇന്റേണൽ സ്കീമ എന്തായിരുന്നു? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അതൊക്കെ. കൺസെപ്ച്വൽ സ്കീമ അല്ലെങ്കിൽ ലോജിക്കൽ സ്കീമയിൽ എന്താണ്? റിലേഷൻഷിപ്സ് ഒക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്, കൺസ്ട്രെയിൻസ്, റിലേഷൻഷിപ്സ് ഒക്കെ. നെക്സ്റ്റ്, വിച്ച് SQL കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഡേറ്റ ഫ്രം എ ടേബിൾ? ഒരു ടേബിളിൽ നിന്ന് ഡേറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SQL കമാൻഡ് ഗെറ്റ്, സെലക്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്. ഏതായിരുന്നു? സെലക്ട്. ടു റിട്രീവ് ഡേറ്റ ഫ്രം എ ടേബിൾ വി വിൽ യൂസ് ദ കമാൻഡ് സെലക്ട്. അപ്ഡേറ്റ് എന്തിനാണ്? ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഡിലീറ്റ് എന്തിനാണ്? ടേബിൾ ഡിലീറ്റ് ചെയ്യാനോ ടേബിളിലെ കണ്ടൻസ് ഡിലീറ്റ് ചെയ്യാനോ.
Okay, next question. Which of the following statement is are not true? First, drop table commands remove table definition from catalog. Drop table command നമ്മുടെ കാറ്റലോഗിൽ നിന്നും ടേബിൾ ഡെഫിനിഷൻ മൊത്തത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ്, ഡിലീറ്റ്, ട്രങ്കേറ്റ് മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. അത് മൂന്നും തമ്മിലുള്ള ഡെഫിനിഷൻ മീൻസ് ആ ഒരു വ്യത്യാസം എന്താണെന്നൊരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. നിങ്ങളത് നോക്കണം. അപ്പോൾ ഡ്രോപ്പ് ടേബിളിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഫുൾ ടേബിൾ ഡെഫിനിഷൻ റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇത് ട്രൂ ആണ്. Then next, alter command can be used to change the data type of an attribute. So നമുക്കറിയാം ഓൾട്ടറുമായിട്ട് ബന്ധപ്പെട്ട് 4 രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഓൾട്ടർ ടേബിൾ ആഡ് കോളം, ഓൾട്ടർ ടേബിൾ ഡ്രോപ്പ് കോളം, ഓൾട്ടർ ടേബിൾ റീനെയിം, ഓൾട്ടർ ടേബിൾ മോഡിഫൈ. ഇങ്ങനെ 4 എണ്ണമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അതിൽ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓൾട്ടർ കമാൻഡ് ഉപയോഗിച്ച് പറ്റുമോ? പറ്റും. ഓൾട്ടർ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മോഡിഫൈ കൊടുത്താൽ മതി. ഓക്കെ, ഓൾട്ടർ ടേബിൾ മോഡിഫൈ. Then next, using restrict option while using drop table command, we can drop a table even if it is referenced in any constraint. ഓക്കെ, റെസ്ട്രിക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ടേബിൾ കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്റ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ, കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ പോലും ആ ടേബിൾ ഡ്രോപ്പ് ആയി പോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ റെസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും റെഫറൻസിങ്, ഇപ്പം ഫോറിൻ കീ റെഫറൻസിങ് ആയിരിക്കും വരിക. അങ്ങനെ ഒരു ഫോറിൻ കീ റെഫറൻസിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റെസ്ട്രിക്റ്റ് ഓപ്ഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഡ്രോപ്പ് ടേബിൾ നടക്കത്തില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമായിരുന്നു, കാസ്കേഡിങ് ആ ഒരു ഓപ്ഷനില്ലേ, കാസ്കേഡ്, ദെൻ നോട്ട് നൾ, അങ്ങനെയൊക്കെയുള്ള ആ എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കണമായിരുന്നു. അല്ലാതെ നമ്മൾ റെസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റെഫറൻസിങ് ഉണ്ടെങ്കിൽ ആ ഡ്രോപ്പ് ടേബിൾ അവിടെ നടക്കത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 1, 2, 3 കറക്റ്റ് ആണ്. നോട്ട് ട്രൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഏതാ? ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ്, consider the following transaction involving 2 bank accounts X and Y. Okay, read X equal to X minus 50, write X, read Y equal to Y plus 50, write Y. The constraint that the sum of accounts X and Y should remain constant is that of atomicity, consistency, isolation, durability. നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. എക്സും വൈയും ബാങ്ക് അക്കൗണ്ട്സിന്റെ ഒരു ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞതിന് ശേഷവും എക്സിലെയും വൈയിലെയും എക്സും വൈയും അക്കൗണ്ട്സിലെ സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറയുന്നത് ഏത് കൺസ്ട്രെയിന്റ് ആണ് എന്നാണ്. അത് അറ്റോമിസിറ്റി ആണോ, കൺസിസ്റ്റൻസി ആണോ, ഐസൊലേഷൻ ആണോ, ഡ്യൂറബിലിറ്റി ആണോ? എന്താണ് പറയുന്നത്? കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാ? ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയതിന് ശേഷവും ആ ഡേറ്റാബേസിന്റെ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ആ ഡേറ്റാബേസിനെ എന്താണ് ഇപ്പം അതിൻ്റെ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന് ഒരു ഡിഫറൻസ് വരാൻ പാടില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതാണ് കൺസിസ്റ്റൻസി മീൻ ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, കൺസിസ്റ്റൻസി. നെക്സ്റ്റ്, കൺസിഡർ എ റിലേഷണൽ ടേബിൾ R that is in 3NF but not in BCNF. Which one of the following statement is true? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ്, 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഈ 3NF-ലായിരിക്കണം ടേബിൾ, പക്ഷെ BCNF-ലാവാൻ പാടില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഓപ്ഷൻ ബി തൊട്ട് നോക്കാമേ. എ സെൽ ഇൻ R ഹോൾഡ് എ സെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അറ്റോമിക് വാല്യൂ. അപ്പം R എന്ന് പറയുന്ന നമ്മുടെ ഈ റിലേഷനിലെ ഒരു സെല്ലില് അറ്റോമിക് വാല്യൂവിന് പകരം ഒരു സെറ്റാണ് ഇരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഇത് 1NF-ലാണോ? അല്ല, ഇത് 1NF-ൽ പോലും അല്ല. 1NF-ലാകണം എന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ സെല്ലിലും അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. അപ്പം ഇത് നോട്ട് ഇൻ 1NF ആണ്. 1NF-ൽ ആണെന്നല്ല, ഇത് 1NF-ൽ പോലും അല്ല. Then next, R has a non-trivial functional dependency X gives A, where X is not a super key. X super key അല്ല, and A is a non-prime attribute. A non-prime ആണ്, and X is a proper subset of some key. So X ഏതോ ഒരു കീയുടെ, നമ്മുടെ ടേബിളിൽ യൂസ് ചെയ്യുന്ന ഏതോ ഒരു കീയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ് X. ആ എക്സ് ആണ് ഏതോ ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയ എ പോയി ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇതെന്താണ്? പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ലേ. സോ ഇത് 2NF-ൽ അല്ല, ഇത് എന്തിൽ മാത്രമാണ്?
1NF മാത്രമാണ് അല്ലെ നോട്ട് ഇൻ 2NF നമുക്ക് പറയാം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. R has a non-trivial functional dependency. Non-trivial functional dependency ആണ്. X gives A ആണ്. Where X is not a super key. X super key അല്ല. And A is a non-prime attribute. A എന്താണ്? Non-prime attribute ആണ്. Then X is not a proper subset of any key. X ഒന്നിന്റെയും proper subset അല്ല. So 2NF satisfy ചെയ്യുന്നുണ്ട്. Next 3NF satisfy ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ 3NF സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സ് ഗിവ്സ് എ എന്നൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ് സൂപ്പർ കീ ആകണം, അല്ലെങ്കിൽ എ എന്തായിരിക്കണം? ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ എക്സ് ഗിവ്സ് എ എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി 3NF ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ പക്ഷേ എടുത്തു പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താണ്? സൂപ്പർ കീ അല്ല, എ എന്താണ്? നോൺ പ്രൈമും ആണ്. സോ ഇത് എന്തല്ല? 3NF അല്ല, നോട്ട് ഇൻ 3NF. അടുത്തത് നോക്കാം. R has a non-trivial functional dependency x gives A. Okay. Then x is not a super key. X super key അല്ല. Then A is a prime attribute. പക്ഷേ A എന്താണ്? Prime attribute ആണ്. So ഇത് 3NF ആണ്. BCNF ആണോ? അല്ല. കാരണം എന്താ? X super key അല്ല. So 3NF ആണ്, പക്ഷേ BCNF അല്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? ഇതിൽ നിന്നും R എന്ന് പറയുന്ന ടേബിൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇൻ 3NF ബട്ട് നോട്ട് ഇൻ BCNF. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഇത് നമ്മുടെ നോർമലൈസേഷന്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next, in a scheme with attributes A, B, C, D and E, the following set of functional dependencies are given. Which of the following functional dependencies is not implied by the above set? നമുക്ക് 4 functional dependencies തന്നിട്ടുണ്ട്. ഈ 4 functional dependentiesൽ ഈ തന്നേക്കുന്ന functional dependentiesൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഇത് രണ്ടെണ്ണം നോക്കിക്കേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. BC to CDയും AC to BCയും. ഇതിൽ BC to CDനെ C രണ്ട് സൈഡിൽ ഉണ്ടായിട്ട് നമുക്ക് കളയാം. അപ്പോൾ B to D എന്ന് കിട്ടും. ഓൾറെഡി B to D ഇവിടെ ഇല്ലേ? സോ നമുക്കിത് ഇംപ്ലൈ ചെയ്ത് എടുക്കാം. ഇവിടെ AC to BCയിലെ A to B ആണ് കിട്ടുക. C നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ A to B ഇവിടെ ഇല്ലേ? സോ ഇത് രണ്ടും ഉറപ്പായിട്ട് നമുക്കിതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് CD to AC. CD to AC ഉണ്ടോ? CD to E ഉണ്ട്. then E to A യും ഉണ്ട്. അപ്പം നമുക്ക് CD to A കിട്ടത്തില്ലേ? അപ്പോൾ CD to A ഉണ്ടെങ്കിൽ CD to AC യും നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ CD to AC യും ഇവിടെ ഇല്ലേ? പിന്നെ നോക്കിയത് BD to CD ആണ് വരുന്നത്. BD to CD നെ നമുക്ക് B to C എന്നും പറയാൻ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതെന്തായാലും ഇതിൽ ഉറപ്പായിട്ടും വരാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം എന്താ? ബാക്കി 3 നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റി. BC to D എന്തെങ്കിലും രീതിയിൽ കിട്ടുമോ? BD to CD. ഇപ്പോൾ B to C ഉണ്ടോ എന്ന് നോക്കുക. A to B ഉണ്ട്, B to D ഉണ്ട്. ഓക്കെ, A to B, A to C ഉണ്ട്. ഇല്ല, നമുക്ക് ഒരു രീതിയിലും എന്ത് കിട്ടത്തില്ല? ഈ B to C എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ അപ്പോൾ എൻ്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ആദ്യമേ എന്ത് കണ്ടുപിടിക്കുക? ഉള്ളത് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പം നമുക്കിപ്പോൾ നമ്മൾ ഇത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അത് ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഇല്ല മീൻസ് പെട്ടെന്ന് ഉള്ളത് മീൻസ് അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതിൽ കുറച്ചുകൂടെ ടൈം കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാനാണ് ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പം അതിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, given the following two statements about SQL. An SQL query can contain having clause only if it has group by clause. having clause ഉണ്ടെങ്കിൽ മാത്രമേ group by clause group by clause ഉണ്ടെങ്കിൽ മാത്രമേ having clause ഉപയോഗിക്കാൻ പറ്റൂ. അത് കറക്റ്റ് ആണ്. കാരണം എന്താണ്? having clause എന്തിനാണ്? നമ്മൾ ഗ്രൂപ്പ് ബൈ ഉപയോഗിച്ച് ഗ്രൂപ്പ് ചെയ്തെടുത്ത ഗ്രൂപ്പ്സിൽ
എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യുക. സോ ഈ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇൻ ആൻ SQL query select from where group by having is executed before where. അതായത് ഒരു SQL queryയിൽ ഇത്രയും വരുന്നുണ്ട്, സെലക്ട് സംതിങ് ഫ്രം ഡാഷ് വെയർ ഡാഷ് ഗ്രൂപ്പ് ബൈ ഡാഷ് ഹാവിംഗ്. ഇതിൽ ഹാവിംഗ് ക്ലോസ് വെയറിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ തന്നേക്കുന്നതിൽ ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രം ആണ്. ഏത് ടേബിളിൽ നിന്നാണോ നമുക്ക് എടുക്കാനുള്ളത് ആ ഫ്രം ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുക. അതിനുശേഷം ആ ടേബിളിൽ പോയിട്ട് വേർ കണ്ടീഷൻ, ആ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഗ്രൂപ്പ് ബൈ ക്ലോസ് അപ്ലൈ ചെയ്യും. ആ കിട്ടിയേക്കുന്ന ഗ്രൂപ്പ്സിൽ നമ്മൾ ഹാവിംഗ് അപ്ലൈ ചെയ്യും. പിന്നാണ് ഡേറ്റനെ സെലക്ട് ചെയ്യുക. സോ ഈ ഓർഡറിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വേറാണ് ഹാവിങ്ങിന് മുന്നേ വർക്ക് ചെയ്യുന്നത്. സോ അത് തെറ്റാണ്. ഓപ്ഷൻ എ കറക്റ്റും ബി ഫോൾസും ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതിൻ്റെ ഒരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രം, വേർ, ഗ്രൂപ്പ് ബൈ, ഹാവിംഗ്, ഡിസ്റ്റിങ്ക്റ്റ്, സെലക്ട്, ഓർഡർ ബൈ. ഈ ഒരു ഓർഡറിലായിരിക്കും ഈ പറയുന്ന ക്ലോസസ് വർക്ക് ചെയ്യുക. ഓക്കെ. Conceptual level, internal level and external level are the three components of three-level RDBMS architecture. Which of the following is not a part of the conceptual level? നമ്മൾ 3 levels of architecture, 3 levels RDBMS നമ്മൾ പഠിച്ചായിരുന്നു. ഫിസിക്കൽ ലെവൽ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കുന്നത്. ലോജിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ, കൺസ്ട്രെയിൻസ്, റിലേഷൻഷിപ്സ് ഇതിനെ കാണിക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ ലെവൽ വ്യൂ ലെവലാണ്, അതായത് യൂസേഴ്സുമായിട്ട് യൂസറിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ കൺസെപ്ച്വൽ ലെവലിന്റെ ഭാഗമല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റോറേജ് ഡിപ്പെൻഡന്റ് ഡീറ്റെയിൽസ്, എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്, കൺസ്ട്രെയിൻസ്, സെമാൻറ്റിക് ഇൻഫർമേഷൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്റ്റോറേജ് ഡിപ്പെൻഡന്റ് ഡീറ്റെയിൽസ്. സ്റ്റോറേജ് ഡിപ്പെൻഡന്റ് ഡീറ്റെയിൽസ് ഏത് ലെവലിൽ വരും? ഫിസിക്കൽ ലെവലിൽ വരുന്നതാണ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.